വെൽക്കം ടു അവർ ചാനൽ സ്റ്റഡി മെറ്റീരിയൽസ്. നിങ്ങൾ അറബി അക്ഷരങ്ങളാണ് ഇന്നലെ വരെ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി അറബി കൂട്ടി എഴുതുന്നത് എങ്ങനെയെന്ന് നോക്കാം. കുറച്ച് വേർഡ്സ് നമുക്കൊന്ന് 10 തവണ എഴുതിയാൽ മാത്രമേ അതിന് മൈൻഡിൽ കണ്ടിന്യൂ ആയിട്ട് അത് തറവാവും. അതുകൊണ്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ലെറ്റർ അലിഫിൽ നിന്നാണ് തുടങ്ങിയത്. ഓക്കെ, ഇത് അലിഫ് അൻസ ഫത്തഹ ഇട്ടാൽ ആ എന്ന് വായിക്കുന്നു. നമ്മളതിൻ്റെ കൂടെ ബാ ബുൻ ഡോട്ട് ഇട്ടിട്ട് ബാ എഴുതി ബാഇന് 2 നമ്മിട്ടാൽ അബുൻ ബുൻ. എങ്ങനെ വായിക്കുന്നത് നോക്കുക. അലിഫിന് ഫത്തഹ ഇട്ടാൽ ആ എന്ന് പറഞ്ഞു, ബാഇന് 2 നമ്മിട്ടാൽ ബുൻ എന്ന് പറഞ്ഞു. അബുൻ ഒരു വേർഡായി. അബുൻ ഇപ്പം വായിക്കുന്നത് ബുൻ അബുൻ ബുൻ അബുൻ ബുൻ അബുൻ. ഈ ബറുൻ ഇബറുൻ. ഇത് ബാഇൻ്റെ കൂടെ റാ ഇട്ടാൽ റുൻ ഇബറുൻ. ഇനി റബുൻ ഉറബുൻ. കാണുന്നുണ്ടല്ലോ. ഫസ്റ്റ് ലെറ്റർ അബുൻ ഇബറുൻ ഉറബുൻ. അത് മൂന്നും നന്നായിട്ട് കണ്ടിന്യൂ ഇങ്ങനെ എഴുതുക. ബുൻ അബുൻ ബുൻ അബുൻ ബുൻ അബുൻ. ഇങ്ങനെ താഴെ ഒരു 10 തവണ എഴുതാം. അപ്പോൾ അബുന്നെ നമുക്ക് മൈൻഡിൽ ഉറച്ചു നോക്കും. അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞാലോ, അപ്പോൾ എന്തായാലും പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഈ ബ റുൻ കണ്ടോ എഴുതുന്നത് ഇബറുൻ. ഇങ്ങനെയും എഴുതാം. ഈ ബ റുൻ റുൻ. ആദ്യം ഇതിൻ്റെ ഫതഹ ഇട്ടതിന് ശേഷം രണ്ടാമത്തേൻ്റെ ഫതഹ ഇടാം. അങ്ങനെ തന്നെ മൂന്നാമത് എഴുതാം. ഈ ബ റുൻ ഇബറുൻ. പിന്നെ ഉറബുൻ. അപ്പോൾ ഇതെല്ലാം മീനിങ് ഉള്ള വേർഡ്സാണ്. മീനിങ് ഒക്കെ നമുക്ക് പിന്നെ പഠിക്കാം. നമുക്ക് ഡോട്ടില്ല കേട്ടോ, ചെറിയ ടെറാമായിപ്പോയി, സോറി. ബുൻ ഉറബുൻ ഉറബുൻ. അംസ ലമ്മിട്ടാൽ ഓ വായിക്കും. റായിന് ഫതഹ ഇട്ടാൽ റാ വായിക്കും. ബുൻ. ഇതിൽ ബാ താവൊക്കെ കൂട്ടി എഴുതുന്ന അക്ഷരങ്ങളാണ്. എല്ലാ അക്ഷരങ്ങളും കൂട്ടി എഴുതുന്നുണ്ട്. അതിൽ കൂട്ടി എഴുതാൻ പറ്റാത്ത അക്ഷരങ്ങൾ റാ, പിന്നെ വാവ് കൂട്ടി എഴുതൂല. പിന്നെ കൂട്ടി എഴുതാത്ത അക്ഷരങ്ങൾ ഏതാണ്? ലാമ മീമ നൂന്. ദാല് കൂട്ടി എഴുതൂല. ദാലും റാവും സായി ഇതൊന്നും കൂട്ടി എഴുതുന്നില്ല. ഓക്കെ. സീന് ഷീന് സ്വാദ് നാദ് ത്വാവ് നാവ് അയിന് വൈന് ഫാവ് ആഫ് കാഫ് കഫ് ലാമ മീമ നൂന് ഹാവ്. ബാക്കി എല്ലാ അക്ഷരങ്ങളും കൂട്ടി എഴുതുന്ന അക്ഷരങ്ങളാണെന്ന് തോന്നുന്നു. സായി റാ വാവ് ദാല് ഇത് കൂട്ടി എഴുതുന്നില്ല. നോക്കാം. ഇപ്പോൾ ഇവിടെ റാ വന്ന് റായിൻ്റെ കൂടെ ബാ ഒരിക്കലും കൂട്ടി എഴുതൂല. ഓക്കെ. പിന്നെ വരുന്നത് നമ്മളെ മെയിൻ അലിഫ്. ഓക്കെ, അലിഫ് കൂട്ടി എഴുതുന്നില്ല. ഓക്കെ, അലിഫ് എവിടെയും കൂട്ടി എഴുതുന്നില്ല. പക്ഷെ വേറൊരു ലെറ്റർ ഉണ്ട്, അംസ എന്ന് പറഞ്ഞിട്ട്. അത് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഓക്കെ, ഇതൊന്ന് 10 തവണ എഴുതി എടുത്താൽ അത് ഓക്കെ ആവും. ഓക്കെ, അംസ എന്ന് എഴുതുന്നത് വെച്ചാൽ ഇത് ഇങ്ങനെയാണ് അംസ എഴുതുന്നത്. നമ്മൾ ഫസ്റ്റ് പഠിച്ചു അംസ. അലിഫിൻ്റെ മുകളിൽ ഒരു അംസ ഇടുന്നത്. ഇത് അലിഫിൻ്റെ മുകളിൽ ഒരു അംസ ഇടുന്നുണ്ട്. അതുപോലെ ഒരു അംസ പഠിക്കുന്നുണ്ട്. ആ അംസൻ്റെ എന്ന് ചില സന്ദർഭങ്ങളിലെല്ലാം കൂട്ടി എഴുതാൻ വേണ്ടി അങ്ങനെ ഒരു അക്ഷരമുണ്ട്. ഇങ്ങനെ എഴുതിയിട്ട് ഡോട്ടിലിട്ടോ ഇത് വായിക്കും, ഈ വായിക്കും. പിന്നെ വാവിന് ഇങ്ങനെ ഇട്ടിട്ടാണെന്ന് തോന്നുന്നു ഓ എന്ന് വായിക്കും. ഓക്കെ, അത് അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ അത് യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അതങ്ങനെ പഠിക്കണമെന്നൊന്നും ആവശ്യമില്ല. വീണ്ടും നമുക്ക് നോക്കാം. ഓക്കെ, അലിഫ് അബുൻ ഇബറുൻ ഉറബുൻ അബുൻ ഇബറുൻ ഉറബുൻ അബുൻ ഇബറുൻ ഉറബുൻ അബുൻ ഇബറുൻ ഉറബുൻ.
ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ തട്ടിയത്. ഈ ഓക്കെയാണ്. ഒന്ന്